ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഓട്സാണ്. അപ്പോൾ ഓട്സ് 3 പേർക്ക് 3 വെറൈറ്റിയിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഹെൽത്തി ഡയറ്റാണല്ലോ. അപ്പോൾ ഡയറ്റിങ്ങും കൂടിയാണ് ഞങ്ങളുടെ അപ്പവും. അപ്പോൾ ഓട്സ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ബെന്നിക്ക് വേണ്ടി വെള്ളത്തിൽ ഓട്സ് കുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1.5 കപ്പ് വെള്ളവും 3 സ്പൂൺ ഓട്സും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് കുറുക്കി എടുക്കുക. ഇതിനകത്ത് പാൽ വേണേ ചേർക്കാൻ ലാസ്റ്റിൽ ഇറക്കാൻ നേരം. പക്ഷേ ഇപ്പോൾ ബെന്നിക്ക് പാലിൻ്റെ ഒട്ടും വേണ്ടാന്ന് പറയുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ പാൽ ചേർക്കത്തില്ല. ഇങ്ങനെ ഒരു കുറുക്കിൻ്റെ പരുവത്തിലാക്കി ഇങ്ങനെ കഴിക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് വേണേലും ആഡ് ചെയ്യും. രണ്ടാമത് ഓട്സ് പൊടിക്കുകയാണ് ചെയ്യുന്നത്. പൊടിച്ചിട്ട് ഒരു 3 സ്പൂൺ ഓട്സ് പൊടിയും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇച്ചിരി ഗരം മസാലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കായപ്പൊടിയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റും നല്ല മണവും ആയിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. എന്നിട്ട് ഇത് ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർക്കാതെ പ്ലെയിനായിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. ഇച്ചിരി നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മാവ് മിക്സ് ചെയ്തിട്ട് അധികം നേരം വെക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഉടനെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. സാധാ ദോശക്കല്ലിൽ തന്നെ നെയ്യോ അല്ലെ എണ്ണയോ പുരട്ടിയിട്ട് ദോശ ചുട്ടെടുക്കുക. ബട്ടർ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റാണ്. നമുക്ക് ഒത്തിരി പരത്താൻ പറ്റത്തില്ല. നല്ലപോലെ ദോശ പോലെ പരത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് ഇച്ചിരി പൊടിച്ച് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലപോലെ നമ്മൾ സാധാ ദോശ പോലെ പരത്തിയെടുക്കാൻ പറ്റും. നമുക്കെല്ലാം ഇൻസ്റ്റൻറ്റ് പരിപാടിയാണല്ലോ. ആ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനത് വീഡിയോ ആയിട്ട് ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഏതായാലും എന്നും ഓട്സ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഒരു ഡിഫറെൻറ്റ് രീതിയിൽ ഞങ്ങൾക്ക് 3 പേർക്ക് 3 ടൈപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതിപ്പം മുട്ടയാണ് അടുത്ത 3ാമത്തത്. നമ്മൾ പ്രോട്ടീൻ കൂടെ ചേർക്കുക. ഇച്ചിരി മുട്ട 1 or 2 മുട്ടയോ ചേർക്കുക. എന്ന് വെച്ചാൽ ഇത് മാത്രമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എങ്കിൽ 2 മുട്ടയും ഇച്ചിരി ഓട്സും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ 1 മുട്ടയെ എടുക്കുന്നുള്ളൂ, അപ്പോൾ ഇതിന് മാത്രം. അപ്പോൾ 1 മുട്ടയും ഇച്ചിരി ഓട്സ് പൊടിയും ഉപ്പും കുരുമുളകും മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഇത് ഞാൻ ഇതിനു മുമ്പേ ഉണ്ടാക്കിയിട്ടില്ല. എനിക്കിവിടെ ഒരു കൊച്ചമ്മ പറഞ്ഞു തന്നതാണ്. കൊച്ചമ്മ രാവിലെ പള്ളിയിൽ പോകുന്ന മുമ്പേ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഫുഡ് എന്തെങ്കിലും കഴിക്കണം, ക്ഷീണമുള്ളപ്പം കഴിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതും കൂടെ ഒരു റെസിപ്പി ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇതിനൊന്നും അധിക സമയം വേണ്ട, നമ്മൾ ഒത്തിരി മെനക്കെടുകയും വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 3ഉം ഇൻസ്റ്റൻറ്റ് ഓട്സ് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ സംഭവം. അല്ലാതെ ഓട്സ് കൊണ്ട് ഒത്തിരി വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊക്കെ ഇച്ചിരി സമയം മെനക്കെടുകയും വേണം. കുറേ സ്വീറ്റായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഹെൽത്തി ആണല്ലോ മെയിനായിട്ട് നോക്കുന്നത്. സ്വീറ്റ് ഇല്ലാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഐറ്റങ്ങളാണ് ഞാൻ ഇപ്പം മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഓട്സ് കൊണ്ട് ഇതിനു മുമ്പേ വേറെ 2-3 വെറൈറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് മേലിൽ കാർഡിൽ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ഓട്സ് ഓംപ്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഓട്സ് ദോശ അല്ലാതെ ഓട്സ് ഈ ഓട്സ് ഓംപ്ലേറ്റ് 3ഉം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ 3 പേരുടെയും ബ്രേക്ക്ഫാസ്റ്റാണ് 3 വെറൈറ്റി. അപ്പോൾ ദോശയുടെ കൂടെ സാമ്പാർ, ചമ്മന്തി ആണെങ്കിലും നല്ലതാണ്. ഓംപ്ലേറ്റിൻ്റെ കൂടെ കൂട്ടാനൊന്നും വേണമെന്നില്ല. എന്നാലും ഞാനൊരു ചമ്മന്തിയാണ് ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ട് ഒരു ചട്നി പോലെ ഉണ്ടാക്കിയതാണ്. നമ്മൾ ചൂടോടെയാണ് കഴിക്കുന്നതെങ്കിൽ ഈ ഒരു കൂട്ടാനും വേണ്ട, ഇത് മാത്രം കഴിച്ചാലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.